മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് LBSൻ്റെ ആപ്ലിക്കേഷൻ, നഴ്സിങ്ങിന് വേണ്ടിയൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. അവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ചില കാര്യങ്ങൾ ക്ലെയിം ചെയ്തെങ്കിലും അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്തത് ശരിയായില്ലെന്നോ അല്ലെങ്കിൽ അതായിരുന്നില്ല വേണ്ടതെന്നൊക്കെയുള്ള കേസിൽ അവരൊന്ന് നോക്കിയിരിക്കണം. കാരണം ഇനിയിപ്പോൾ പരിശോധനകൾക്കൊക്കെ ശേഷം LBS സെൻറ്ററിൽ കാൻഡിഡേറ്റ് പോർട്ടൽ ഓപ്പൺ ആവും. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ തെറ്റിപ്പോയെന്ന് തോന്നുന്ന സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും ഒക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കവിടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കൊടുക്കാൻ പറ്റും. ആ സമയത്ത് തന്നെ അത് ചെയ്യണം. ആ സമയം ക്ലോസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എന്താണോ ആപ്ലിക്കേഷനിൽ ക്ലെയിം കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കറക്ഷന് പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ പുതിയതായിട്ട് ഇപ്പോൾ പെട്ടെന്ന് പോയിട്ട് ഫേക്ക് കൺസെഷൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്യാമെന്ന് ആലോചിച്ചാൽ അത് നടക്കില്ലെന്നാണ് LBSൻ്റെ അറിയിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളല്ല ഉദ്ദേശിച്ച് നിങ്ങൾ ഓൾറെഡി കൊടുത്ത എന്തെങ്കിലും ഡേറ്റ അതനുസരിച്ച് മുമ്പത്തെ ക്ലെയിമിനെ സപ്പോർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിലും അതൊക്കെ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കറക്ഷൻ ചെയ്യാനുള്ള സമയം കാൻഡിഡേറ്റ് പോർട്ടൽ ഓപ്പൺ ആക്കും നിശ്ചിത സമയത്തേക്ക് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാകുമ്പോഴാണ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്നും കൂടെ പരിശോധിച്ച് LBS സെൻറ്ററിൻ്റെ സൈറ്റിൽ നിങ്ങൾക്കുള്ള റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ആവും. ആ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ആവുന്നത് റാങ്ക് ലിസ്റ്റ് 1, 2, 3 എന്ന് പറഞ്ഞായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു 19ഓളം പാരാമെഡിക്കൽ കോഴ്സുകളുടെ അപ്ലിക്കേഷൻ ആണ് ഇപ്പോൾ കോൾ ഫോർ ചെയ്തേക്കുന്നത്. അതിൽ തന്നെ റാങ്ക് ലിസ്റ്റ് 1 നഴ്സിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ വരുമ്പോൾ തന്നെ നോക്കേണ്ടതാണ് നിങ്ങളുടെ ഒരു പ്ലേസ് എങ്ങനെയാണ് അതിൽ എന്നുള്ളതൊക്കെ. അത് കഴിയുമ്പോൾ നിങ്ങൾ ഇനി അടുത്ത് ചെയ്യുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. ഇനി എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നത് നോക്കാം. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ അതായത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രമേ പറ്റുള്ളൂ. അതായത് നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസിൻ്റെ റാങ്കിങ് 2026 ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് അവരുടെ അപ്ലിക്കേഷൻ നമ്പർ, രജിസ്ട്രേഷൻ ID, പാസ്വേഡ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ ID-യും പാസ്വേഡും അപ്ലിക്കേഷൻ നമ്പറും വെച്ചിട്ട് ലോഗിൻ ചെയ്യണം. അത് ലോഗിൻ ചെയ്ത് കയറി കഴിയുമ്പോൾ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോഴ്സ് ലിസ്റ്റ് എന്നും കോളേജ് ലിസ്റ്റ് എന്നും കാണും. അതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്ന, നിങ്ങൾ എലിജിബിൾ ആയിരിക്കുന്ന കോളേജസുകളും കോഴ്സുകളും എല്ലാം തന്നെ അവിടെ കാണിക്കും, അവിടെ ഡിസ്പ്ലേ ആവും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങളവിടെ ഓപ്ഷൻസ് കൊടുക്കണം. 1 എന്ന് പറയുന്ന ഫസ്റ്റ് പ്രിഫറൻസ്, 2 എന്ന് പറയുന്ന സെക്കൻഡ് പ്രിഫറൻസ്. അത് നിങ്ങൾക്കൊരു കോഴ്സ് കോളേജ് കോമ്പിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിഫറൻസ് നമ്പർ ആയിരിക്കും. അതായത് നിങ്ങൾക്കത് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഏറ്റവും ഇഷ്ടം നിങ്ങൾക്ക് ഇന്ന കോഴ്സ് ഇന്ന സ്ഥലത്ത് ചെയ്യാനാണ്. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന കോഴ്സ് ഇന്ന സ്ഥലത്ത് ഇന്ന കോളേജിൽ ഇന്ന മെഡിക്കൽ കോളേജിലോ ചെയ്യാനാണ് ഇഷ്ടം. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ആ കോമ്പിനേഷൻ അങ്ങനെ 1, 2, 3, 4 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ഫ്രണ്ട്സ് നഴ്സിംഗ് ഇൻ ദിസ് കോളേജ്, സെക്കൻഡ് പ്രിഫറൻസ് നഴ്സിംഗ് ഇൻ ദിസ് കോളേജ്. നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും റിസർവേഷനും നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷനും കൂടി അതിൻ്റെ ഒരു കോമ്പിനേഷണൽ ഒരു റിസൾട്ടാണ് നിങ്ങളുടെ അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത്. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തും ഇഷ്ടമുള്ള കോഴ്സും തന്നെ ആദ്യം കൊടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആഗ്രഹത്തിന് അവിടെ വലിയ ചാൻസ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ സേവ് ചെയ്യുമ്പോഴാണ് അത് ശരിക്കും അവിടെ സേവ് ആവുള്ളൂ. സേവ് എന്ന് കൊടുക്കണം. എന്താണോ നിങ്ങൾ ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്യുന്നത് അതിൻ്റെ ബേസിസിൽ തന്നെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാത്ത പക്ഷം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങളുടെ ഓപ്ഷൻസ് അവിടെ തീർന്നു, നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തതിൽ കുറച്ച് കൊടുത്തിട്ടുള്ളെങ്കിൽ നിങ്ങൾ ആ സിസ്റ്റത്തിൽ നിന്ന് എക്സ്ക്ലൂഡ് ആയിപ്പോൾ പിന്നീട് റെഗുലർ അലോട്ട്മെൻറ്റിൽ നിങ്ങളില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ഒഴിവ് വരുന്ന വേക്കൻസികൾ വരുമ്പോൾ നിങ്ങളുടെ താഴെയുള്ള കുട്ടികൾ കയറിപ്പോൾ നിങ്ങളവിടെ എക്സ്ക്ലൂഡഡ് ആയിപ്പോവും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറഞ്ഞു വരുന്നത് അലോട്ട്മെൻറ്റിന് വേണ്ടി കൺസിഡർ ആണെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങൾ മാക്സിമം ചെയ്യുക. നിങ്ങൾ ഓപ്ഷൻസ് എൻട്രി ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അവിടെ ഒരു ലിങ്ക് വരും. നിങ്ങൾ എൻട്രി ചെയ്ത ഓപ്ഷൻസ് പ്രിഫറൻസ് വൈസ്
കോഴ്സ് കോളേജ് കോമ്പിനേഷൻസിൻ്റെ പ്രിഫറൻസ് എങ്ങനെയാണ് നിങ്ങൾ എൻട്രി ചെയ്തതെന്നുള്ളതിൻ്റെ ലിസ്റ്റ് അവിടെ വരും. ആ ലിസ്റ്റ് നിങ്ങൾ ഫൈനലൈസ് ചെയ്യുവാണ്, നിങ്ങൾ നോക്കിയിട്ട് എല്ലാം ഓക്കെയാണ്, ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാം എന്നതാണ് നല്ലത്. കാരണം നിങ്ങൾ തന്നെ മറന്നു പോകും നിങ്ങൾ ഏതായിരുന്നു ഓപ്ഷൻ കൊടുത്തത് എന്നുള്ളത്. അതുകൊണ്ട് അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് അതൊക്കെ ഒന്ന് റെഫർ ചെയ്യേണ്ട ആവശ്യം വരും. അതുകൊണ്ട് അത് പ്രിൻ്റ് എടുത്ത് വെക്കുക. അതിനുശേഷം ഇനി പ്രിൻ്റ് എടുക്കാൻ നേരം നിങ്ങൾ ഓപ്ഷനൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് നോക്കുമ്പോഴാണ് തോന്നിയത് അയ്യോ ഇതിങ്ങനെ വേണ്ടായിരുന്നു, അത് അങ്ങനെ മതിയായിരുന്നു എന്ന്. അത് നിങ്ങൾക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ പോലും ഒന്നും കൂടെ റിവൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ പറഞ്ഞു. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടാണ് കയറുന്നത്. അതുപോലെ നിങ്ങൾ ഫൈനലൈസ് ചെയ്തു ഓപ്ഷൻ രജിസ്ട്രേഷൻ, നിങ്ങൾക്ക് ഇനിയൊരു ചാഞ്ചാട്ടമൊന്നും ഉണ്ടാവില്ല, ഓക്കെ ആണെന്ന് നിങ്ങൾ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ലോഗ് ഔട്ട് ചെയ്ത് ഇറങ്ങാവുന്നതാണ്. നിങ്ങൾ അക്ഷയയിലോ എവിടെയെങ്കിലുമൊക്കെയാണ് പോയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന സിസ്റ്റം ആയിരിക്കും. നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സേഫ്റ്റിക്ക് നല്ലത്. അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, ID, പാസ്വേഡ്, ഈ വക കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് റിവീൽ ചെയ്യരുതെന്ന് സിസ്റ്റത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ഇതൊക്കെ മിസ്യൂസ് ചെയ്ത് കയറി നിങ്ങളുടെ ഓപ്ഷൻസ് ഒക്കെ വേറെ മാറ്റി രജിസ്റ്റർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാവും. നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് കാര്യങ്ങൾ പിന്നെ നടക്കില്ല. അതുകൊണ്ട് അതൊന്നും തന്നെ ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നും സൈറ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്പുകളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ രജിസ്ട്രേഷന് പോർട്ടൽ ഓപ്പൺ ആവുന്നതിൻ്റെ ഇടയിലുള്ള സമയമെല്ലാം നിങ്ങൾ കോളേജസിനെ കുറിച്ചുള്ള സ്റ്റഡിയും ചെയ്തിട്ടുണ്ടാവണം. യാതൊരു ഐഡിയയും ഇല്ലാത്ത ഒരാൾ പോയിട്ട് എനിക്കിതാണ് വേണ്ടതെന്ന് ഓപ്ഷൻ പറയാൻ കഴിയില്ല അല്ലേ. വെക്കുന്നതിനായിട്ട് നിങ്ങൾ കോളേജസൊക്കെ പരിചയപ്പെടണം, കോളേജുകൾ ഫെമിലിയറൈസ് ചെയ്ത് വെക്കണം. അതിലേതാണ് നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് പ്രിഫറൻസ് ക്രമത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അടുത്ത ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് കോളേജസിനെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ കൂടാതെ അടുത്തതായിട്ട് ട്രയൽ അലോട്ട്മെൻറ്റും ബാക്കി കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അടുത്ത വീഡിയോയിലൂടെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും നമസ്കാരം.